ഹലോ, വെൽക്കം ടു റയാസ് കിച്ചൻ. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ പറമ്പുകളിൽ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള ഒത്തിരി സസ്യങ്ങളുണ്ട് അല്ലേ. ഇതെല്ലാം നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ വയറുവേദനയ്ക്കും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജലദോഷം, കഫക്കെട്ട്, ചുമ, പനി, മുറിവുകൾ ഉണക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കുടിക്കുക എന്നുള്ളത് അതിനേക്കാൾ കഷ്ടപ്പാടാണ്, ഭയങ്കര കയ്പാണ്. പക്ഷെ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് സ്വീറ്റ് ആക്കി ഇത്ര ഔഷധ മൂല്യമുള്ള ഒരു അടിപൊളി ഒരു ഡെസേർട്ടാക്കി മാറ്റിയാലോ. പോകാം നേരെ വീഡിയോയിലേക്ക്. റേയാസ് കിച്ചൻ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ഓൾ എന്ന ആ ഒരു സിമ്പലും കൂടി പ്രസ് ചെയ്യാമെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് കൊടങ്ങൽ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും പറമ്പുകളിൽ ധാരാളമായിട്ട് കാണുന്ന ഈ സസ്യ ഇനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഔഷധ സസ്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ് ഈ കൊടങ്ങൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് മുക്കുറ്റി. പ്രസവരക്ഷ സമയത്തൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സസ്യമാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. ഒരു ഔഷധമാണ് എല്ലാം എടുത്തിരിക്കുന്ന ഔഷധമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഔഷധ ഗുണങ്ങളും ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് വായിക്കണം എല്ലാവരും. പിന്നെ ഇത് മലയാളികളായ നമ്മളോട് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. തുളസി നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ സുലഭമായിട്ട് കാണുന്ന ഒരു ഔഷധ സസ്യമാണ് തുളസി. അതിൻ്റെ ബെനിഫിറ്റ്സും നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതാണ് മുയൽ ചെവിയൻ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ചെറിയ പ്രായം തൊട്ടുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് ഒരുപാട് മുതിർന്നവർക്ക് പോലും ഏത് അസുഖത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണ് നമ്മളുടെ മുയൽ ചെവിയൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔഷധ ഗുണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കറ്റാർവാഴ, സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. മുടിക്കാണെങ്കിലും മുഖത്തിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഔഷധമാണ് നമ്മളുടെ കറ്റാർവാഴ, അലോവേര എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി നമുക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കണം എല്ലാവരും എന്നാലും. പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ ഈ 5 ഔഷധ സസ്യങ്ങളും കൂടെ ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മളുടെ ഈ കറ്റാർവാഴ ഒന്ന് തൊലി കളഞ്ഞ് അകത്തെ ജെല്ല് മാത്രം മതി നമുക്ക്. അപ്പോൾ ആ ജെല്ല് ഈസി ആയിട്ട് എടുക്കാൻ മിക്കവർക്കും അറിയാം, എന്നാലും ഞാൻ എൻ്റെ വേയിൽ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് നമ്മളുടെ ഈ സൈഡിലെ മുള്ളൊന്ന് കളയണം, എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഈ ജെല്ല് മാത്രമായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. 2 സൈഡിലെ മുള്ളും ഞാനിവിടെ കളയുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണെങ്കിലും ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്താൽ മതി, പെട്ടെന്ന് അത് കളഞ്ഞു കിട്ടും. മുള്ള് കളഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അകത്തെ ജെല്ല് എടുക്കാൻ പറ്റും. നല്ല സ്മൂത്തായിട്ടിങ്ങ് പോകുന്നുള്ളൂ. ഇത് ഏതെങ്കിലും ഒരു ചെറിയൊരു നൈഫ് യൂസ് ചെയ്താൽ മതി. ഇനി ഇതിൽ പുറമേ ഉള്ള ഈ തൊലി നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് പയ്യെ ഒന്ന് അടത്തി മാറ്റാം. ഒരുപാട് അകത്തേക്ക് പ്രസ് ചെയ്യരുത്, അപ്പം നമ്മളുടെ ആ ജെല്ലും കൂടെ നമുക്കിങ്ങ് പോരും. അതുകൊണ്ട് പയ്യെ ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി. വൺസ് നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്ക് സ്മൂത്തായിട്ട് ഇങ്ങ് പോകുന്നുള്ളൂ. ഇതുപോലെ നന്നായിട്ട് ഫീൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ജെല്ല് മാത്രമായിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. നമ്മളുടെ ഈ പീലർ ഉണ്ടല്ലോ, ഈ പീലർ വെച്ചിട്ട് നമുക്ക് സാധാരണ പീൽ ചെയ്യുന്ന കണക്കൊന്ന് പീൽ ചെയ്ത് കൊടുത്താൽ മതി. ആ ജെല്ല് മാത്രമായിട്ട് ഇങ്ങ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിലേയും കൂടെ ഈ ഒരു ആ ഒരു തൊലി നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ കളയാൻ പറ്റും തിരിച്ച് വെച്ചിട്ട്. അങ്ങനെ പ്രയാസമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1-2 പ്രാവശ്യം, 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് പീൽ ചെയ്യാമെങ്കിൽ അത് മൊത്തം ജെല്ലും ഈസി ആയിട്ട് ഇങ്ങനെ വടിച്ചെടുക്കാം നമുക്ക്. ഒന്നും മിസ്സാകത്തില്ല, എല്ലാം ഇങ്ങനെ പോരും. അതിരി നമുക്ക് സ്മൂത്തായിട്ട് വെരി സിമ്പിളായിട്ട് എടുക്കാം. കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ സ്ഥിരം ഇവിടെ ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കാം, അത് ഞാൻ വരുന്നുണ്ട്, വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും വാച്ച് ചെയ്യണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ, നമ്മളുടെ പറമ്പുകളിൽ സുലഭമായിട്ട് കാണുന്ന വസ്തുക്കളൊക്കെയാണ് ഇതെല്ലാം. അപ്പോൾ ജെല്ല് മാത്രമായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ സ്കിൻ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല, അവിടെ ഇരുന്നെന്ന് പറഞ്ഞാൽ സ്കിൻ പോയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കണം മിക്സിയിലിട്ട്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, ഒന്നും ചേർക്കുന്നില്ല. അതിലേക്ക് ഈ ജെല്ലും ബാക്കിയുള്ള ആ ഇലകളുമാണ് അരച്ചെടുത്തു, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഏതെങ്കിലും ഒരു അരിപ്പ, നമ്മൾ ചായ വെക്കുന്ന ഏതെങ്കിലും ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പയിലോട്ട് കുടഞ്ഞിടുക ഇത്. എന്നിട്ട് കൈ കൊണ്ട് നമുക്കൊന്ന് മെല്ലെ മെല്ലെ, അത് സത്ത് മാത്രമല്ലേ, കാര്യം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലല്ലോ, അപ്പം അതത്രയും കളയണ്ട, നമുക്ക് ഉള്ള സത്തെല്ലാം ഇങ്ങ് ഊറ്റിയെടുക്കാം. പയ്യെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി നമുക്ക്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, പക്ഷെ കണ്ടില്ലേ നന്നായിട്ട് വെള്ളമയം കണക്കല്ലേ ഇരിക്കുന്നത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പോലെ ആയിരിക്കുന്നു, പച്ച കളറാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സത്താണത്, അത് ഓർത്തോണം. ഇത് ഏറ്റവും ഗുണമായിട്ടുള്ള സാധനമായിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് നമ്മുടെ കോൺഫ്ലോർ ആണ്. ഏകദേശം ഞാനൊരു 3-3.5 സ്പൂണോളം ഞാൻ കോൺഫ്ലോർ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ ഞാൻ പറഞ്ഞ അളവാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതൊന്ന് നമുക്കൊന്ന് കലക്കി വെക്കാം. പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ചേരുവ എന്ന് പറയാനായിട്ട് ഈ ഒരു കോൺഫ്ലോർ മാത്രമേ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. പുഡിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് അല്പം ഒന്ന് ക്രീമി ടെക്സ്ചറിൽ ഇരിക്കണം അല്ലേ, ആ ഒരു ഗ്ലേസിങ് ടെക്സ്ചർ. അപ്പോൾ ജെലാറ്റിനൊന്നും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല, കാര്യം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വസിച്ച് കൊടുക്കേണ്ടതല്ലേ. അപ്പം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി, ഞാൻ ഇതിൻ്റെ അകത്തോട്ട് പാലൊഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്, വെള്ളത്തിലല്ല മിക്സ് ചെയ്യുന്നത്, പാലൊഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതിൻ്റെ അളവൊന്നും ഞാൻ പ്രത്യേകം പറയുന്നില്ല. അത് നമ്മളെടുത്ത ആ ഒരു കപ്പ് മിക്സ് ചെയ്യാനും വേണ്ടി മാത്രമുള്ള പാലാണ്. പിന്നെ നമുക്കൊരു സോസ് പാൻ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ, അധികം ഫ്ലെയിം വേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു, അത് പോട്ടെ. ഇനി നമ്മൾ ഒരല്പം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ കലക്കി വെച്ച പാലല്ല, അല്ലാതെ പാലാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ടൊന്ന് കുറുക്കി വരട്ടെ, നന്നായിട്ട് കുറുകി വരണം അത്. കാര്യം മറ്റേതിൻ്റെ വെള്ളമയം ഇല്ല നമുക്ക്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സത്താണ്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് പറ്റും. അപ്പോൾ ഈ പാലും കൂടെ ഇട്ട് നന്നായിട്ട് കുറുകണം. ഞാനിപ്പം ഏകദേശം ഒരു ചെറിയൊരു മൊന്തയോളം പാലാണ് എടുത്തത്. അത് നമുക്ക് നമ്മളുടെ നേരത്തെ കറക്റ്റ് വെച്ചിരുന്ന ആ കോൺഫ്ലോർ കലക്കാനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി പാല് ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അടിയിൽ പിടിക്കാൻ നോക്കണം, നന്നായിട്ട് കലക്കിക്കൊണ്ട് ഇരിക്കണം കേട്ടോ, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ നേരത്തെ ആ കലക്കി വെച്ചിരുന്ന ആ മിക്സ്, കോൺഫ്ലോറും പാലുമായിട്ട് കലക്കി വെച്ചിരുന്നില്ലേ, അത് ഒന്നും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കലക്കിയിട്ട് ഒഴിക്കാം. കാര്യം അത് ഇരിക്കും തോറും അടിയിൽ തങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും കലക്കിയിട്ട് ഒഴിക്കാവുള്ളേ. ഈ കോൺഫ്ലോറിൻ്റെ ഈ മിക്സ് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കൈ അധികം എടുക്കണ്ട, കാര്യം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് കുറുകി കിട്ടുമല്ലോ, അപ്പം നമുക്ക് പണി വരും അല്ലെങ്കിൽ. ഇനി ഞാൻ നേരത്തെ ആ കോൺഫ്ലോർ എടുത്ത അതേ കപ്പ് തന്നെ, ആ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് കറക്കണം. നന്നായിട്ട് കറക്കി നന്നായിട്ട് ഇളക്കി കലക്കി കൊടുക്കണം. കുറുകി വരുന്നുണ്ട്, നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്, കണ്ടോ, തിക്കായിട്ടുണ്ട്. ഇതിൻ്റെ അത് വേറെ നമ്മളൊന്നും മിക്സ് ചേർക്കുന്നില്ല, ഈ 2-3 ചേരുവ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഏതെങ്കിലും ഒരു മോൾഡിലേക്ക് നമുക്ക് ഒന്ന് പകർത്തി മാറ്റാം. അപ്പം ഞാനിതൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്, ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും വെച്ച് ഗ്രീസ് ചെയ്ത് നേരത്തെ വെച്ചേക്കണം. അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ടെക്സ്ചർ ആകുമ്പോഴത്തേക്കിന് മാറ്റിയേക്കണം, കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ഇട്ട് അങ്ങ് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഫ്രീസ് ചെയ്യാനുള്ളതല്ലേ, അപ്പം നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു 1 hour വെച്ചിട്ട് ഫ്രീസറിലാണ് വെച്ചിരുന്നത്. എന്നിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ല ഗ്ലേസിങ് ഉണ്ട്. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനിനി അതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുത്ത് കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ടേസ്റ്റും കൂടെ ഒന്ന് അറിഞ്ഞാൽ മതി. ടേസ്റ്റും കൂടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മിക്കപ്പോഴും വീടുകളിൽ ഉണ്ടാക്കും ഞാൻ, അല്ല എൻ്റെ വീട്ടിലുണ്ടാക്കും ഞാൻ. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബൗളിലേക്ക് പകർത്തി മാറ്റിയിട്ടുണ്ട്. കാര്യം അത്രയ്ക്കായിട്ട് ഇങ്ങനെ കാണിക്കാനില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്, പൊടിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഒന്ന് സെറ്റ് ആവേണ്ടി വരുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം ബാക്കി കേട്ടോ. ഇന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് ഞാൻ വേറെ ആരുമല്ല, എൻ്റെ പപ്പയെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് പപ്പയോട് ചോദിക്കാം, കറക്റ്റ് ഒപ്പീനിയൻ പറ പപ്പ കഴിച്ചിട്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. എന്തോ മനസ്സിലായോ? ഇത് 5 ഔഷധ സസ്യങ്ങളുടെ ഇല കൊണ്ടുണ്ടാക്കിയ പുഡിംഗ് ആണ്. പറയുവോ?
അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ എത്തും. അതുവരെ എല്ലാവർക്കും ബൈ.